Hi everyone, welcome to this video. Hope you are doing well. Let's take a look onto the Unit 3 tense form in Module 2 in Functional Grammar and Communication in English. Functional Grammar and Communication in English എന്ന് പറയുന്ന ടെക്സ്റ്റിലെ മൊഡ്യൂൾ 2ൽ യൂണിറ്റ് 3 ആയിട്ടുള്ള ടെൻസ് ഫോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ടെൻസ് ഫോമുകളും അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകളും നമുക്കിന്നിവിടെ പരിചയപ്പെടാം. So read the following sentences here. I take lessons in English language skills. I took lessons in English language skills last year. I shall take lessons in English language skill next month. What do you notice in the above sentences? Yes, in sentence 1, take refers to the present. In sentence 2, took refers to the past. And in sentence 3, shall take refers to the future. Thus, a verb may refer to the present time, past time and future time. So, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 3 സെൻറ്റൻസുകളിലും I take lessons in English language skills. I took lessons in English language skills last year. I shall take lessons in English language skill next month. ഒന്ന് പ്രസൻറ്റിലുള്ളതാണ്, മറ്റൊന്ന് പാസ്റ്റിലുള്ളതാണ്, മറ്റൊന്ന് ഫ്യൂച്ചറിലുള്ളതാണ്. This is the difference between these three. Then first of all, let's move on to the present tense. What is mean by present tense? നമ്മൾ ഇപ്പോഴും കേൾക്കുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 3 ടെൻസുകളെ പറ്റി. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പ്രസൻറ്റ് ടെൻസ്. എ verb that refers to a time in present is said to be the present tense. പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന ഒരു വേർബിനെയാണ്, ഒരു ആക്ഷനെയാണ് നമ്മൾ ആക്ച്വലി പ്രസൻറ്റ് ടെൻസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഓഫൺ റൈറ്റ് എ ലെറ്റർ ടു മൈ ഫ്രണ്ട്. He loves his younger brother. We listen to the classical music. They go to Jaipur during holidays. The baby cries bitterly. Then what about the past tense? A verb that refers to a time in past is said to be the past tense. അപ്പോൾ പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള ഒരു ടൈമിലുള്ള കാര്യത്തിനാണ് നമ്മൾ റെഫർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ബിലോങ് ടു പാസ്റ്റ് ടെൻസ്. ഫോർ എക്സാമ്പിൾ, they prepared fried rice for dinner. We celebrated Diwali joyfully. We bought a car yesterday. Rita washed her sweater. Then future tense means if verb phrase that refers to a time in future is said to be in future tense. ഭാവിയിൽ വരാൻ പോകുന്ന ഒരു വേർബിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ഷാൾ വിസിറ്റ് മൈ ഫ്രണ്ട് ടുഡേ. വി ഷാൾ ഡിസ്കസ് അവർ ഫ്യൂച്ചർ പ്ലാൻസ്. മൈ ഫ്രണ്ട് വിൽ ടേക്ക് ദ കാറ്റ് ഇൻ ഡിസംബർ. ദേ വിൽ വാച്ച് എ മൂവി ടുഡേ. These are the 3 tense here. So, before going to the detailed description, we have to know about the aspects. What is meant by aspect? Aspect is a grammatical category that expresses how an action, event or state as denoted by a verb extends over a time. ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഒരു വേർബ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്. നമുക്കറിയാം വേർബ് എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ആക്ഷൻ വേർഡ്സിനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അത് എത്ര ടൈം വരെ, അത് കംപ്ലീറ്റഡ് ആണോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂയിങ് ആണോ അല്ലെങ്കിൽ ദെൻ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെയല്ല എക്സ്റ്റെൻസ് ഓവർ ടൈം, എത്ര ടൈമിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമാറ്റിക്കൽ കാറ്റഗറി കൊണ്ടുവന്നിട്ടുള്ളത്. സോ ദർ ആർ 4 ആസ്പെക്ട് ഹിയർ. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ, സെക്കൻഡ് വൺ ഈസ് പ്രോഗ്രസീവ്, തേർഡ് വൺ പെർഫെക്റ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് പെർഫെക്റ്റ് പ്രോഗ്രസീവ്. ഇങ്ങനെ 4 ആസ്പെക്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഓരോ ടെൻസിനും, പ്രസൻറ്റിനും, പാസ്റ്റിനും ഫ്യൂച്ചറിനും ഈ ഒരു 4 ആസ്പെക്റ്റുകൾ ബാധകമാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് ടെൻസിലെ 4 ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ഓർ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പ്രസൻറ്റ് പ്രോഗ്രസീവിനെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നോ അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവിനെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നോ നമുക്ക് പറയാം. ഇങ്ങനെ 4 ആസ്പെക്റ്റുകളാണ് പ്രസൻറ്റ് ടെൻസിനുള്ളത്. സോ നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ബേസിക് ഫോം ഓഫ് ദി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലൊരു സെൻറ്റൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദർ വുഡ് ബി എ സബ്ജക്റ്റ് ആൻഡ് ബേസ് ഫോം ഓഫ് ദി വേർബ് പ്ലസ് എസ് ഓർ ഇ എസ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. I often write a letter to my friend.
here, I is the subject here, and write is the verb here, and a letter to my friend is the object here. Letter is the object here. സോ അതുകൊണ്ട് ഒരു സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ബേസ് ഫോം ഓഫ് ദി വെർബ് എസ് ഓർ ഇ എസ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി എപ്പോൾ എസ് വരുന്നു എപ്പോൾ ഇ എസ് വരുന്നു എന്ന് നമുക്ക് നോക്കാം. വെർബ് എൻഡ്സ് ഇൻ ച്, സ് and x and z sound, we have to follow es, and ഒരു കോൺസ്റ്റൻറ്റ് പ്ലസ് വൈ വെച്ചിട്ടാണ് ആ ഒരു വേർബ് എൻഡ് ചെയ്യുന്നതെങ്കിൽ we have to follow ies. ഓക്കെ, ദെൻ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എസ് ഫോം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്കറിയാം സ്റ്റഡി എന്ന് പറയുന്ന ഒരു വേർബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡിൽ ഒരു കോൺസ്റ്റൻറ്റ് പ്ലസ് വൈ എന്നുള്ളൊരു ഫോർമാറ്റാണ് വരുന്നത്. സോ വി ഹാവ് ടു റൈറ്റ് സ്റ്റഡീസ്, ദെൻ എൻഡിൽ IES ആയിട്ട് നമ്മൾ മാറ്റുന്നു. ദെൻ ബസ്സസ് ES വരും. ദെൻ വാച്ചസ് ES വരുന്നു. ദെൻ റൈറ്റ് ആണെങ്കിൽ സിംപ്ലി റൈറ്റ്സ്. ഇനി എപ്പോഴാണ് നമ്മൾ എസ് ഓർ ES യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് സിംപ്ലി ആ ബേസ് ഫോം മാത്രം എഴുതുന്നതെന്ന് ചോദിച്ചാൽ, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ നമ്മൾ ബേസ് ഫോം ഓഫ് ദി വേർബിനെ മാത്രമേ എഴുതുന്നേയുള്ളൂ. ഇഫ് ദ സബ്ജക്റ്റ് ഇസ് സിംഗുലർ വി ഹാവ് ടു ഫോളോ ബേസ് ഫോം ഓഫ് ദി വേർബ് പ്ലസ് എസ് ഓർ ES പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ സിംഗുലർ ആവുന്ന സമയത്ത് മാത്രമാണ്, സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് എഴുതുന്നത്. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ആവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ വി ലിസൺ ടു ക്ലാസിക്കൽ മ്യൂസിക്, വി ലിസൺ ടു ക്ലാസിക്കൽ മ്യൂസിക്. ഈ ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് നമുക്കറിയാം വി എന്ന് പറയുന്നത് പ്ലൂരലാണ്. സോ വി ഹാവ് ടു റൈറ്റ് ലിസൺ. അവിടെ ലിസൺസ് എന്ന് നമ്മൾ എഴുതുന്നില്ല, ഇൻസ്റ്റെഡ് വി റൈറ്റ് വി ലിസൺ ടു ക്ലാസിക്കൽ മ്യൂസിക്. മറ്റൊരു എക്സാമ്പിൾ പറയാം, ഹി ലവ്സ് ഹിസ് യങ്ങർ ബ്രദർ, ഹി ലവ്സ് ഹിസ് യങ്ങർ ബ്രദർ. ഇവിടെ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സോ ലവ്സ് നമ്മൾ എഴുതണം, LOVES. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു സിംഗുലർ ആവുന്ന സമയത്തും പ്ലൂരൽ ആവുന്ന സമയത്തും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ. ദെൻ സിമ്പിൾ പ്രസൻറ്റ് ഓഫ് ഹാവ് പ്ലസ് നൗൺ ഈസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നൗൺ. ദെൻ അതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ഓഫ് ബി ഈസ് ആം ഓർ ഹീസ് ഓർ ആർ പ്ലസ് നൗൺ ഓർ അഡ്ജക്റ്റീവ്. അപ്പം ബി എന്ന് പറയുന്ന ഒരു വേർബിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ഫോമുകൾ എന്ന് പറയുന്നത് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ. ദെൻ ഒരു ഹാവ് എന്ന് പറയുന്ന ഒരു വേർബിൻ്റെ ഹാവും അതുപോലെ ബിയുടെ ഡിഫറെൻറ്റ് ഫോംസുകളും, ഇത് നമ്മൾ ഓക്സിലറി ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മെയിൻ വേർബായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഹാവ് എന്ന് പറയുന്നത് മെയിൻ വേർബായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഹാവ് എന്നോ ഹാസ് എന്നോ ഡിപ്പെൻഡ്സ് ഓൺ ദി സബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, ദിസ് അബൌട്ട് ദി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ദെൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസസ് എന്ന് പറയുന്നത് എറ്റേണൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്, ദെൻ തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾ, and third one proverbs or sayings, fourth one natural or inherent qualities, fifth one professional activities, and sixth one is habitual activities. Example for eternal or universal truth is the sun rises in the east, and theories and principle, light travels faster than sounds. Proverbs or saying, a bad carpenter quarrels with his tools. The natural or inherent qualities, a mother loves her children. Professional activities, a baker bakes bread. Normal activities or routine duties, he goes for a walk in the morning. Habitual activities, I usually wake up at 6 in the morning. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള എറ്റേണൽ ട്രൂത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് പറയാനോ തിയറീസ് പ്രിൻസിപ്പിൾസ് പറയാനോ പ്രോവർബ്സുകൾ പറയാനോ അതുപോലെ എന്തെങ്കിലും നേച്ചുറൽ അല്ലെങ്കിൽ ഇൻഹറൻറ്റ് ക്വാളിറ്റീസ് ക്യാരക്ടറിസ്റ്റിക്സ് പറയാനോ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റുട്ടീൻ ഡ്യൂട്ടീസ് പറയാനോ ഹാബിച്വൽ ആക്ടിവിറ്റീസ് എക്സ്പ്രസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രസൻറ്റ് പ്രോഗ്രസീവ്. First of all, let's look on to the structure of the present progressive. Subject plus is or am or are plus base form of the verb plus ing plus object.
അപ്പോൾ പ്രസൻറ്റ് പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പ്രസൻറ്റിലുള്ള ആക്ഷനാണ് ഇറ്റ്സ് സ്റ്റിൽ ഇൻ കണ്ടിന്യൂസ്. ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പ്രോഗ്രസീവ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഈസ്, ആം ഓർ ആർ ഉണ്ടായിരിക്കും, പ്ലസ് ബേസ് ഫോം ഓഫ് ദി വേർബ് ഉണ്ടായിരിക്കും, പ്ലസ് ഐ എൻ ജി. കണ്ടിന്യൂസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഐ എൻ ജി ഉണ്ടായിരിക്കും, പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഈസ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് ആർ യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് ആം യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇനി അതിൻ്റെ യൂസസ് നമുക്ക് നോക്കാം. അറ്റ് ദി ടൈം ഓഫ് സ്പീക്കിംഗ് ആൻഡ് ദ ആക്ഷൻ ഈസ് നോട്ട് ഫിനിഷ്ഡ്. നമ്മൾ പറയുന്ന സമയത്ത് ആക്ഷൻ കംപ്ലീറ്റഡ് അല്ല, അതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ. ഷീ ഈസ് വർക്കിംഗ് ടു വർക്ക്. ദെൻ സംടൈംസ് ദ ആക്ഷൻ ഈസ് നോട്ട് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ചില സമയത്ത് നമ്മൾ ആ പറയുന്ന സമയത്ത് ആക്ഷൻ നടന്നോളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, സ്മിത വാണ്ട്സ് ടു സ്റ്റഡി ഇൻ ജർമ്മനി, സോ ഷീ ഈസ് ലേണിംഗ് ജർമ്മൻ. ഈ ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ അവളിങ്ങനെ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, ബട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവൾ തുടങ്ങിയിട്ടുണ്ട്. ആ പറയുന്ന മൊമെൻറ്റിലില്ലെങ്കിലും ഇവൾ ആ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സെൻസ്. ദെൻ യൂസ് വിത്ത് ടുഡേ ഓർ ദിസ് വീക്ക് ഓർ ദിസ് ഇയർ, പീരിയഡ് അറൗണ്ട് നൗ. ഏകദേശം ഈ ഒരു വീക്കിൽ, ഈ ഒരു ഇയറിൽ, ഇന്ന് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരു പീരിയഡ് അറൗണ്ട് നൗവിനെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ദ കമ്പനി ഷീ വർക്ക്സ് ഫോർ ഈസ് നോട്ട് ഡൂയിങ് സോ വെൽ ദിസ് ഇയർ ആൻഡ് ഈസ് വർക്കിംഗ് ഹാർഡ് ടുഡേ. ഓക്കെ. ദെൻ തേർഡ് യൂസ് ഇസ് to talk about a change that has started to happen. We often use this verb in this way. Becoming, അല്ലെങ്കിൽ changing, improving, getting, starting, etc. For example, is her French getting better? At first, Sally didn't like her job, but she is starting to enjoy it now. അപ്പം ഇപ്പം ഇവിടെ അടുത്ത് തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക മാറ്റങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ആദ്യം നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ പറയാം. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് മീൻസ് കംപ്ലീറ്റഡ് ആണ്, ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്. പക്ഷെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ആക്ഷൻ ഇപ്പം ജസ്റ്റ് നൗ കംപ്ലീറ്റ് ആയിട്ടുള്ളതിനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സബ്ജക്റ്റ്, ദെൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തേണ്ട ഓക്സിലറി എന്ന് പറയുന്നത് ഹാവ് ഓർ ഹാസ് ഓർ ഹാഡ്. ഈ മൂന്ന് കാര്യങ്ങളാണ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓടിയെത്തേണ്ടത്. അപ്പോൾ അതിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഹാസോ അല്ലെങ്കിൽ ഹാവോ യൂസ് ചെയ്യാം. പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദി വേർബ്. പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദി വേർബ് എന്ന് പറയുന്നത് V3 ഫോം ഓഫ് ദി വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് നൗ. ഇനി ഞാൻ പറഞ്ഞു ഹാവ് ഓർ ഹാസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നൊരു ഓക്സിലറി ആണെന്ന്. പക്ഷേ ഈ ഒരു ഹാവ് ഓർ ഹാസ് ചിലപ്പോൾ മെയിൻ വേർബായിട്ടും ആക്ട് ചെയ്യാം. ഒരു എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ടു റിസീവ് എന്ന് പറയാനോ അല്ലെങ്കിൽ ടു ടേക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയാനോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാവ് ഓർ ഹാസിനെ നമ്മൾ മെയിൻ വേർബായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് കോൾസ് ടുഡേ and he has had a lot of oppositions. I have had rice and fish for lunch. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഹാവ് എന്ന് പറയുന്നത് ഒരു മെയിൻ വേർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹാവ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ വേർബ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഹാവിൻ്റെ V3 ഫോമാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹാവിൻ്റെ V3 ഫോം എന്ന് പറയുന്നത് ഹാഡ് ആണ്. സോ ഇവിടെ ഐ ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് കോൾസ് ടുഡേ, ഐ ഹാവ് റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു സെൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവിനെ മെയിൻ വേർബായിട്ട് ഈ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് എന്ന് പറയുന്നിടത്ത് അവിടെ ഹാവ് ഒരു ഓക്സിലറി ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്. ദെൻ ഹാഡ് എന്ന് പറയുന്നത് ഹാവിൻ്റെ V3 ഫോമാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈ സബ്ജക്റ്റ്, ദെൻ ഹാവ് ഓർ ഹാസ്, ഐ വന്നതുകൊണ്ട് ഹാവ് വന്നു, ദെൻ V3 ഫോം ഓഫ് ദി വേർബ് ഹാഡ്, then object. So I have had a lot of calls today. Then അതുപോലെ തന്നെ he has had a lot of opposition, he has experienced എന്നുള്ള പറയുന്ന ഒരു മീനിങ്ങിലാണ്. Then I have had rice and fish for lunch, I have taken എന്ന് പറയുന്ന ഒരു സെൻസിൽ. ഓക്കെ. ദെൻ ചില കേസിൽ ചില സെൻറ്റൻസിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസിലും ബീൻ എന്ന് കാണാൻ പറ്റും.
അപ്പോൾ അത് കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദേ ഹാവ് ഓൾവേസ് ബീൻ കൈൻഡ് ടു മീ. ദേ ഹാവ് ഓൾവേസ് ബീൻ കൈൻഡ് ടു മീ എന്ന് കാണുന്ന സമയത്ത് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ നിൽക്കുന്ന സെൻറ്റൻസ് ആണ്. ബിക്കോസ് ഇവിടെ ബീൻ എന്ന് പറയുന്നത് ഒരു മെയിൻ വേർബ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന ഒരു ഇറഗുലർ വേർബിൻ്റെ OE3 ഫോം ആണെന്ത് ബീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബീൻ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ്. അതുപോലെ തന്നെ റാണി ഹാസ് ബീൻ എ ടീച്ചർ ഫോർ 10 years. ഈ ഒരു സെൻറ്റൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ബീൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഇറഗുലർ വേർബിൻ്റെ V3 ഫോം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദി യൂസസ് ഓഫ് ദി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. First use is express the completion of an action by time of speaking or writing. The holidays are over, school have reopened. I have written a book on grammar. മീൻസ് നമ്മൾ ഈ തൊട്ട് മുന്നേ ഇപ്പോൾ ഇവിടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻ കംപ്ലീറ്റഡ് ആയിരിക്കണം, പക്ഷേ അധികം സമയമൊന്നും ആവരുത്. ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. ദെൻ യൂസ്ഡ് ടു റെഫർ ആൻ ആക്ടിവിറ്റി ഓർ എക്സ്പീരിയൻസ് ഹാസ് ഒക്കേർഡ് ഇൻ ദി പാസ്റ്റ്. For example, Mr. Shamil has been to England. Have you ever seen rainbow? Have you been to this restaurant? Then third, last week, yesterday, last month. ഇങ്ങനെയുള്ള ആഡ്വേർബിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രസൻറ്റ് പെർഫെക്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് പാസ്റ്റ് ടെൻസിൽ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ജസ്റ്റ് നൗ, അറ്റ് ദി മൊമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, കനിഹ ഹാസ് ഫിനിഷ്ഡ് ഹർ വർക്ക് ലാസ്റ്റ് വീക്ക് എന്ന് പറയില്ല. ഇൻസ്റ്റഡ് കനിഹ ഫിനിഷ്ഡ് ഹർ വർക്ക് ലാസ്റ്റ് വീക്ക് എന്നേ നമ്മൾ പറയുള്ളൂ. അതുപോലെ തന്നെ എവർ, നെവർ, ഓൾറെഡി, യെറ്റ്, സ്റ്റിൽ ആൻഡ് ജസ്റ്റ് ആർ ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് വിത്ത് ദി പ്രസൻറ്റ് പെർഫെക്റ്റ്. For example, I have already seen that movie. Then express the repetition of an activity before now. For example, I have written my wife a letter every other day for the last 2 weeks. The exact time of each repetition is not important here. പിന്നെ ബിഫോർ നൗലുണ്ടായിരുന്ന റിപ്പീറ്റേഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റിനെ എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാക്ട് ടൈം ഓഫ് റിപ്പീറ്റേഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് അല്ല. Then usually used to talk about the past in relation to the present. It suggests a connection between something that happened in past and a present time, often referring to an action in past which has a result now. അപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമായിരിക്കും, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഈ ഒരു സമയത്തും പ്രസൻറ്റിലും ഉണ്ടെങ്കിൽ അതിലും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ എന്ന് പറയുന്ന സമയത്ത് പാസ്റ്റിൽ നടന്നിട്ടുള്ളതാണ്. കട്ട് ചെയ്തു എന്ന് പറയുന്ന പ്രോസസ്സ് പാസ്റ്റിലാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ബ്ലീഡിങ് നൗ, എപ്പോഴും ഇങ്ങനെ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Structure of the present perfect continuous is subject plus have been or has been plus base form of the verb plus ing plus object or complement or adjunct. Mainly the present perfect continuous used an action start sometime in past and they continue in present. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ളൊരു ആക്ഷൻ പക്ഷേ ഇപ്പോഴും പ്രസൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണ്. Okay, for example, we are waiting for you for the last 2 hours, which means the action waiting എന്ന് പറയുന്ന ആക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. He is making a fool for us for such a long time and we are not seeing them for the last couple of days. These are the example. Okay, now let's move on to the അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിൻസ് അതുപോലെ തന്നെ ഫോർ എന്ന് പറയുന്ന ഈ 2 വേർഡ്സിൻ്റെ കൂടെയും മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമുകളാണ്. ഫോർ എക്സാമ്പിൾ, ഫോർ എന്നുള്ളത് നമ്മൾ എ ലെങ്ത് ഓഫ് ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാനും സിൻസ് എന്ന് പറയുന്നത് എ പോയിന്റ് ഇൻ ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് സാഫി സിൻസ് 2021. Then it has been snowing in Shimla for 1 week. ഒന്ന് പോയിന്റ് ഓഫ് ടൈമും അതുപോലെ ലെങ്ത് ഓഫ് ടൈമിനും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പൊതുവേ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന 2 വേർഡ്സുകളാണ്. ഓക്കെ, കീപ് ഇൻ മൈൻഡ്.
Now let's move on to the past tense. There are 4 aspects. Like first one is simple past, second one is past progressive, third one past perfect, and finally past perfect continuous or past perfect progressive. ഇതാണ് സിമ്പിൾ പാസ്റ്റിൻ്റെ 4 ആസ്പെക്റ്റുകൾ. Now let's move on to the simple past. Structure of the simple past is subject plus past form of the verb or the V2 form of the verb plus object or complement or adjunct. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയാണ്. ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, V2 ഫോം ഓഫ് ദി വേർബാണ് അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദി വേർബ് എന്ന് പറയാം, ദെൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദെൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയുന്ന സമയത്ത് V2 ഫോം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് റെഗുലർ വേർബും മറ്റൊന്ന് ഇറഗുലർ വേർബുമാണ്. റെഗുലർ വേർബ് എന്ന് പറയുന്നത് ED വെച്ചിട്ടായിരിക്കും അതിൻ്റെ V2ഉം V3ഉം എൻഡ് ചെയ്യുന്നത്. ദെൻ ഇറഗുലർ വേർബ് ആണെങ്കിൽ അത് ഇറഗുലർ വേയിൽ തന്നെ അത് എൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഫിനിഷ് എന്നുള്ളതിൻ്റെ ഫിനിഷ്ഡ് ആൻഡ് ഫിനിഷ്ഡ്, ദെൻ വർക്ക്, വർക്ക്ഡ്, വർക്ക്. ദീസ് ആർ റെഗുലർ വേർബ്സ്. ആൻഡ് ഈറ്റ്, ate, eaten. Then write, wrote, written. This come to the irregular verbs. Okay, then uses of the past tense is simple past is simple past action and events at particular time in the past this happened. The event began and ended in past. ഒരു ആക്ഷൻ പാസ്റ്റിൽ തന്നെ തുടങ്ങി പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ് rained in Kerala yesterday. Then repeated past action and events, past states, long standing situation and feelings. I went to the cinema 3 times last week. I always send shopping on Saturdays. Then past states, long-standing situation and feeling. My father knew the Prime Minister. Then often the simple past use time expression with the past simple. Like last Thursday, at lunchtime, in the evening, 10 years ago, long ago, yesterday. ഇങ്ങനെയുള്ള ആഡ്വേർബ്സിൻ്റെ കൂടെയാണ് മെയിൻലി സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. When 2 actions of the past happen successively and also when we want to emphasize that the second event is the result of the first, we use the simple past tense in both the clauses. 2 ആക്ഷൻ നടക്കുകയാണെങ്കിൽ, ഒരുമിച്ച് സക്സസീവ്ലി ആയിട്ട് നടക്കുകയാണെങ്കിൽ ഏത് ആക്ഷനാണ് ആദ്യം നടന്നത്, അതേപോലെ തന്നെ സെക്കൻഡ് ഈവൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെ റിസൾട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് 2 ക്ലോസിലും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, Rushdie shot to fame after he wrote Midnight's Children. When fog cleared, we resumed our journey. Okay, now let's move on to the past progressive. Structure of the past progressive tense is subject plus was or were plus base form of the verb plus ing plus object or complement. Okay, for example, Aziz was polishing furniture. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ പാസ്റ്റ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ദാറ്റ് ആക്ഷൻ വാസ് ഇൻ പ്രോഗ്രസ് ഫോർ സം ടൈം ഇൻ പാസ്റ്റ്. പാസ്റ്റിൽ കുറച്ചു നേരം ആ ഒരു ആക്ഷൻ എന്തായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അസീസ് വാസ് പോളിഷിംഗ് ഫർണിച്ചർ. ദെൻ ടു ഗിവ് ആൻ ഐഡിയ ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പാസ്റ്റ് പ്രോഗ്രസീവിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ടെലിഫോൺ റാങ്ക് ചെയ്ത സമയത്തുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ആദ്യം പറയാം. ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ദെൻ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദി വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ഓർ കോംപ്ലിമെൻറ്റ് ഓർ അഡ്ജൻറ്റ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം. പെർഫെക്റ്റ് മീൻസ് കംപ്ലീറ്റഡ്. ഓക്കെ, സോ ഇതിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഹാഡ് ആയിരിക്കും പ്ലസ് V3 ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദി ഗസ്റ്റ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ശിവ ഗോട്ട് ദ. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വെൻ ഡിസ്ക്രൈബിങ് വൺ ഇവൻറ്റ് ഫോളോയിങ് അനദർ ഇൻ ദി പാസ്റ്റ്. അപ്പോൾ അതിൽ ആദ്യം ഏത് ആക്ഷൻ നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. 2 ആക്ഷൻ നടന്നു, അതിലാദ്യം ഏത് നടന്നു എന്ന് കാണിക്കാൻ. അതുകൊണ്ട് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിന് നമുക്ക് പാസ്റ്റ് ഓഫ് ദി പാസ്റ്റ് എന്നും പറയാം. ഓക്കെ, ആദ്യം ഏത് നടന്നു. ഫോർ എക്സാമ്പിൾ, ദ ഗസ്റ്റ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ശിവ ഗോട്ട് ദർ എന്ന് പറയുന്ന സമയത്ത് 2 ആക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. ദ ഗസ്റ്റ്
ഓൾറെഡി ലെഫ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ശിവ ഗോഡ്ദർ എന്ന് പറയുന്ന 2 ആക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നടന്നിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് ഗസ്റ്റ് ലെഫ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആക്ഷനാണ്. സോ അതുകൊണ്ട് വി ഹാവ് ടു യൂസ് ദാറ്റ് ആക്ഷൻ ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. സോ ദ ഗസ്റ്റ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ശിവ ഗോഡ്ദർ. ഓക്കെ, ദിസ് ഈസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി നേരത്തെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും ഹാവ് എന്ന് പറയുന്നത് ചിലപ്പം മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഐ ഹാഡ് ലോട്ട് ഓഫ് വിസിറ്റേഴ്സ് ലാസ്റ്റ് വീക്ക്. ഐ ഹാഡ് റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു സെൻസിൽ പറയാനാണ് നമ്മൾ ഐ ഹാഡ് ലോട്ട് ഓഫ് വിസിറ്റേഴ്സ് ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷീ ഹാഡ് ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഷീ ഹാഡ് ടേക്കൺ എന്ന് പറയുന്ന ആ ഒരു സെൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൽ ഫസ്റ്റ് ഹാഡ് എന്ന് പറയുന്നത് ഓക്സിലറി ആയിട്ടും സെക്കൻഡ് ഹാഡ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവിൻ്റെ V3 ഫോമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. Okay, the next one is past perfect progressive. The structure of the past perfect progressive is subject plus had been plus base form of the verb plus ing plus object or complement or adjunct. Its use is to report an action or event that happened before a point in past and whose effect is still visible at that point in past. അപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു ആക്ഷനാണ്, പാസ്റ്റിലൊരു പോയിന്റിന് മുന്നേ നടന്നിട്ടുള്ളതാണ്, പക്ഷെ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും സ്റ്റിൽ മീൻസ് ആ പാസ്റ്റിൽ സ്റ്റില്ലിന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അമിത് റാജ് ഹാഡ് ബീൻ പ്ലേയിങ് ടെന്നീസ് ഫോർ ആൻ അവർ വെൻ ദ ന്യൂസ് ഓഫ് ഹിസ് സെലക്ഷൻ കെയിം ഇൻ. അപ്പോൾ ഇതിൽ ടെന്നീസ് എന്ന് പറയുന്ന ഈ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്, പാസ്റ്റിൽ നടന്നിട്ടുള്ള ആക്ഷൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് ആ ന്യൂസ് വന്നു എന്നുള്ള ആക്ഷനും പാസ്റ്റിലുള്ളതാണ്, രണ്ടും കഴിഞ്ഞ് പോയത് തന്നെയാണ്. പക്ഷേ ആ ന്യൂസ് വന്ന സമയത്ത് ആ ഒരു ആക്ഷൻ അപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്ലൈ ചെയ്തു എന്നുള്ളൊരു ആക്ഷൻ കണ്ടിന്യൂസിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആക്ഷനെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ റിപ്പീറ്റഡ് ആക്ഷൻ ഇൻ ദി പാസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ദ കമ്പനി ഹാഡ് ബീൻ ട്രൈയിങ് ടു സെൽ ഔട്ട് ഇറ്റ്സ് ഷെയർസ് ആൻഡ് വൈൻഡ് അപ്പ് when the court intervened. Okay, this is about the past tense. Now let's move on to the future tense. Future tense നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ആസ്പെക്റ്റുകളുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ പ്രോഗ്രസീവ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് പ്രോഗ്രസീവ്. ഫസ്റ്റ്ലി സിമ്പിൾ ഫ്യൂച്ചർ, subject plus will or shall plus base form of the verb plus object or complement or the adjective is the structure of the സിമ്പിൾ ഫ്യൂച്ചർ. യൂസസ് ആർ എക്സ്പ്രസ് ഫ്യൂച്ചർ ടൈം. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഭാവിയിലുള്ളൊരു സമയത്തിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ജാക്ക് വിൽ ഫിനിഷ് ഹിസ് വർക്ക് ടുമാറോ. അതുപോലെ തന്നെ യൂസ് ഗോയിങ് ടു വെൻ വി ഹാവ് ഓൾറെഡി മെയ്ഡ് എ ഡിസിഷൻ. നമ്മൾ ഡിസിഷന് നേരത്തെ എടുത്തിട്ടുണ്ട്, പക്ഷേ നടക്കുന്നത് ഫ്യൂച്ചറിലാണെങ്കിലും നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യും. അപ്പം നമുക്ക് എപ്പോഴും വിൽ എന്ന് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, വില്ലോ ഷാളോ യൂസ് ചെയ്യണമെന്നില്ല. അതിന് പകരമായിട്ട് തന്നെ ആം ഗോയിങ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു സ്റ്റഡി ഫ്രഞ്ച് നെക്സ്റ്റ് സെമസ്റ്റർ. The next use is when the present situation tells us something about the future, something that on current evidence seems inevitable. For example, I am sure it is going to rain. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുകയാണ്. അപ്പോൾ വെതറൊക്കെ പറയാൻ വേണ്ടിയിട്ടും പ്രഡിക്ഷൻ പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു സിമ്പിൾ ഫ്യൂച്ചറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പ്രസൻറ്റ് എവിഡൻസ് ഒക്കെ നോക്കിയിട്ട് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തും ഐ എം ഷുവർ ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന് പറയുന്ന സമയത്ത് ആ റെയിനുള്ള ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആകുന്ന സമയത്ത് നമുക്കങ്ങനെ പറയാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഫാക്ട്. ഫോർ എക്സാമ്പിൾ, അക്കോർഡിംഗ് ടു വെദർ റിപ്പോർട്ട് ഇറ്റ് വിൽ ബി ക്ലൗഡി ടുമാറോ. ദെൻ നമ്മുടെ വില്ലിങ്നെസ് എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, ദെൻ വെൻ ദ സ്പീക്കർ ഈസ് എക്സ്പ്രസിങ് എ പ്രെയർ പ്ലാൻ. നമ്മുടെ പ്രെയർ പ്ലാൻ പറയാൻ ഐ എം ഗോയിങ് ടു പെയിൻറ്റ് മൈ ബെഡ്റൂം ടുമാറോ. ഇത്രയും കോണ്ടെക്സ്റ്റിലാണ് മെയിൻലി നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്യൂച്ചർ പ്രോഗ്രസീവ്. ഫ്യൂച്ചർ പ്രോഗ്രസീവിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ബി പ്ലസ് ബേസ് ഫോം ഓഫ് ദി വേർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്.
ഇത്രയാണ് ഫ്യൂച്ചർ പ്രോഗ്രസീവിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ പ്രോഗ്രസീവ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് നമ്മൾ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ആവേശത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞു തുടങ്ങും, നെക്സ്റ്റ് വീക്കിൽ ഈ സമയത്ത് ഞാനിപ്പോൾ ഇങ്ങനെ ബസ്സിൽ പോയോണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകൾ. മീൻസ് ഫ്യൂച്ചറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്, ഒരു ആക്ഷൻ, പക്ഷേ നമ്മൾ അതെന്ത് ചെയ്യാണ്, ഇപ്പം തന്നെ പറയുകയാണ്. അങ്ങനെയല്ല, ഫ്യൂച്ചറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനാണ് നമ്മൾ ഫ്യൂച്ചർ പ്രോഗ്രസീവ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രവീൺ വിൽ ബി ഗോയിങ് ടു മുംബൈ ഫോർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ വി ഷാൽ ബി കംപ്ലീറ്റിംഗ് അവർ ഡിഗ്രി നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷവും നമ്മളിങ്ങനെ നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സംതിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഫ്യൂച്ചറിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം ഓടി എത്തേണ്ടത് ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ആക്ഷൻ കംപ്ലീറ്റഡ് ആയിരിക്കണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് എപ്പോഴും നമ്മളെ ഡെയിലി പ്രാക്ടിക്കൽ ലൈഫിലൊക്കെ വരുന്നതാണ്. നമ്മളെ പാരൻസ് നമ്മൾ എന്തെങ്കിലും ജോലി നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ പറയും, ഓക്കെ അമ്മ പോയിക്കോളൂ, നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഞാനെല്ലാം എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ മീൻസ് ഫ്യൂച്ചറിൽ കംപ്ലീറ്റഡ് ആയിരിക്കും, കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുന്ന അങ്ങനെയുള്ള ആക്ഷനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പൽ എന്ന് പറഞ്ഞാൽ V3 ആണ്. അപ്പോൾ അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് എക്സ്പ്രസ് കംപ്ലീഷൻ ഓഫ് ആൻ ആക്ഷൻ ബൈ ഗിവൻ ടൈം ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഒരു ഗിവൻ ടൈമിൽ ആ ആക്ഷൻ എന്തായിരിക്കും, കംപ്ലീറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹി വിൽ ഹാവ് ബിൽറ്റ് എ ഹൗസ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ഇയറിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും, വി വിൽ ഹാവ് ബിൽറ്റ് എ ഹൗസ്, നമ്മൾ ആ വീട് നിർമ്മിച്ചിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഓഫൺ യൂസ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി. ഓക്കെ, പോസിബിലിറ്റി എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹി മേ ഹാവ് ഫോൺ ദി ലോട്ടറി. ഓക്കെ, ദെൻ next one is last and finally future perfect continuous. Structure of the future perfect continuous is subject plus will or shall plus have been plus base form of the verb plus ing plus object. Then action will continue to happen up to a certain time in future. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുക, കുറച്ച് കാലം ഇങ്ങനെ ആ ആക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിങ്ങനെ ഫ്യൂച്ചറിൽ കുറച്ച് കാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹാപ്പൻ ചെയ്യുക. അതിലാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ദ ടൈം ഷീ ഫിനിഷ് ദിസ് സെമസ്റ്റർ സുശീല വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് അബൌട്ട് പാരസൈറ്റ് ഫോർ 4 years. Then by next Thursday I will have been working on this project for 3 years. ഓക്കെ, ഇത്രയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഡൗട്ട്ഫുൾ ആയിരിക്കരുത്. അത് ഫ്യൂച്ചറിൽ കുറച്ച് കാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന കാര്യം. ഓക്കെ, ആക്ഷൻ വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ അപ് ടു എ സർട്ടൻ ടൈം ഇൻ ഫ്യൂച്ചർ. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ ടെൻസുകളും 3 ടെൻസുകളും അതിൻ്റെ ആസ്പെക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഐ തിങ്ക് മെജോറിറ്റി പോർഷൻസും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആസ്പെക്റ്റുകൾ മാത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. പക്ഷേ ഒരു കംപ്ലീറ്റ് ടെൻസിൻ്റെ ആസ്പെക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് വിൽ ബി ഈസി ഫോർ യു ടു ഗ്രാസ്പ് ബൈ എനി വൺ. So hope you got all the idea regarding the tense, time and aspect here. Hopefully. Thank you.